ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 18-ന് വിധി പറയും. തന്ത്രിക്കെതിരെ നിർണായക തെളിവുകളാണ് SIT കോടതിയിൽ സമർപ്പിച്ചത്. തന്ത്രിക്കും ഭാര്യയ്ക്കും ആദായനികുതി വകുപ്പിനെ അറിയിക്കാത്ത നിക്ഷേപമുണ്ടെന്നും SIT കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഭാര്യയുടെ പേരിൽ 62 ലക്ഷവും തന്ത്രിയുടെ പേരിൽ 2.05 കോടി രൂപയുടെയും നിക്ഷേപമുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ നിർണായക തെളിവുകളാണ് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. തന്ത്രിയുടെ ജാമ്യാപേക്ഷ എതിർത്ത SIT കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സിന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. തന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ 62 ലക്ഷവും തന്ത്രിയുടെ പേരിൽ 2.05 കോടി രൂപയും നിക്ഷേപമുണ്ട്. കുന്നത്തുകളത്തിൽ ഫിനാൻസ് സ്ഥാപനത്തിൽ വൻ നിക്ഷേപം ഇവർക്കുള്ളതായും കണ്ടെത്തലുണ്ട്. 2024-25 സാമ്പത്തിക വർഷം 7 ലക്ഷത്തിലധികം രൂപ തന്ത്രി കൈപ്പറ്റിയതായാണ് SIT കോടതിയെ അറിയിച്ചിട്ടുള്ളത്. തന്ത്രി പൊതുസേവകരെന്ന ഗണത്തിൽ ഉൾപ്പെടുമെന്നും പ്രത്യേക അന്വേഷണ സംഘം. 2004 മുതൽ പോറ്റിയുമായി തന്ത്രിക്ക് ബന്ധമുണ്ട്. ആദായ നികുതി വകുപ്പിനെ അറിയിക്കാത്ത നിക്ഷേപം തന്ത്രിക്കും ഭാര്യയ്ക്കുമുണ്ട്. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം ദൃഢമെന്നും SIT. അടച്ചിട്ട കോടതിയിലായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വാദം പൂർത്തിയായിരുന്നു. ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാനാകില്ലെന്നാണ് പ്രതിഭാഗം വാദം. വൈക്കം ക്ഷേത്രത്തിലെ ഉൾപ്പെടെ കോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വാദം. ഇരു കേസുകളിലും തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വാദം കേട്ട കോടതി ഈ മാസം 18-ന് വിധി പറയും. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.